ജൈവ ഗ്രാമമായ ഉപ്പുതറ മേമാരിക്കുടിയിൽ വിളവില്ലാതെ ആദിവാസി കർഷകർ. കാപ്പിക്കുരു, കുരുമുളക് തുടങ്ങിയ പ്രധാന വിളകളിലാണ് കർഷകർക്ക് തിരിച്ചടിയേറ്റത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ വർഷങ്ങളിലെ വിളവിന്റെ 4/1 വിളവ് പോലും ഈ സീസണിൽ ലഭിക്കാത്ത അവസ്ഥയെന്ന് കർഷകർ പറയുന്നു. വനത്തിനു നടുവിലെ ആദിവാസി സങ്കേതമായ മേമാരിക്കുടിയിൽ മണ്ണിൽ പൊന്നു വിളയുന്ന ആദിവാസി കർഷകരാണുള്ളത്. എല്ലാ വർഷവും പ്രതീക്ഷിക്കത്ത വിളവും ലഭിച്ചു. എന്നാൽ ഈ വർഷം പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. കാലാവസ്ഥ ചതിച്ചതോടെ ആദിവാസി കർഷകരുടെ സ്വപ്നവും പൊലിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ വിളവിന്റെ 4/1 വിളവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. കുരുമുളക് വിളവെടുപ്പ് ആരംഭിച്ചിട്ടില്ലെങ്കിലും മുളക് പറിച്ചിറങ്ങിയ ചെടികൾ പോലെ നിൽക്കുകയാണ്. വിളവെടുപ്പ് സീസണായത് ചില ചെടികൾ അറിഞ്ഞിട്ട് പോലുമില്ല. തീർത്തും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഹൈറേഞ്ചിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ലഭിക്കുന്നതും മേമാരിക്കുടിയിലാണ്. ഈ വർഷം നമുക്ക് പൊതുവെ കുരുമുളകാണെങ്കിലും കാപ്പിക്കുരുവാണെങ്കിലും വിളവ് കിട്ടുന്നത് വളരെ കുറവാണ്. കഴിഞ്ഞ കൊല്ലം കിട്ടിയ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ 4% പോലും ഈ വർഷം ആർക്കും തന്നെ കുരുമുളക് കൃഷിയിൽ നിന്ന് വിളവ് കിട്ടുന്നതല്ല, വിളവില്ല. കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടായിരിക്കാം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓർക്കുന്നത്. എന്തായാലും വളരെ ശോചനീയാവസ്ഥയാണ് മേമാരിയുടെ കൃഷി അവസ്ഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ആൾക്കാർ പോകുന്നു. കൃഷി വളരെ മോശമായ അവസ്ഥയിലാണ് എല്ലാവരും തന്നെ. 10 കിൻഡൽ കുരുമുളക് വരെ ലഭിച്ചിരുന്ന കർഷകർക്ക് 1/2 കിൻഡൽ പോലും ഈ വർഷം ലഭിക്കാനിടയില്ല. ഇവിടെ എല്ലാത്തരം കൃഷിയുണ്ടെങ്കിലും പ്രധാനമായും കാപ്പിയും കുരുമുളകുമാണ് ഉള്ളത്. സീസണിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഒരു വർഷം മുഴുവൻ ജീവിക്കുന്നതും കൃഷി പരിപാലനം നടത്തുന്നതും. എന്നാൽ ഈ വർഷം ആദിവാസി കർഷകരുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. വരും വർഷം എങ്ങനെ കൃഷിയെ പരിപാലിക്കാൻ പണം കണ്ടെത്തുമെന്ന ചിന്തയിലാണ് മേമാരിക്കുടിയിലെ ആദിവാസി കർഷകർ. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.